തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നെന്ന് എഫ്ഐആർ. കൊല്ലപ്പെട്ട ഷഫീനയുടെ കുടുംബജീവിതം തകർന്നതിന് കാരണം വീഡിയോ കോൾ എന്ന് സഹോദരൻ ഷംസാദ് വിശ്വസിച്ചു. മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ പ്രതി മനഃപൂർവ്വമായി ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, എന്താണിതിൽ പറയുന്ന എഫ്ഐആറിൽ പറയുന്ന വീഡിയോ കോൾ ആയി മാറി ഇതിൽ വില്ലൻ എന്നതാണോ? കൊലപാതകത്തിന് പിന്നിൽ ഈ കൊല്ലപ്പെട്ട സഹോദരി വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഏറെക്കാലമായി ഈ നിലയിലുള്ള വീഡിയോ കോൾ ഷഫീന ചെയ്യുമായിരുന്നു. അതാണ് കുടുംബബന്ധം തകരാൻ കാരണം എന്നുള്ളതാണ് പ്രതി ഷംസാദ് വിശ്വസിച്ചത്. അതിന്റെ ഭാഗമായി മുൻപും പലതവണ ഇരുവരും തമ്മിൽ തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊടുവിലാണ് ഇന്നലെ ഈ സംഭവം ഇന്നലെ രാവിലെയോടുകൂടി ഷംസാദും ഒപ്പം തന്നെ സുഹൃത്ത് വിശാഖും ഇവർ താമസിക്കുന്ന മണ്ണന്തലയിലെ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു. ഫ്ളാറ്റിലേക്ക് എത്തിയതിനു ശേഷം പ്രതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. അതിനുശേഷം ഈ അടിച്ച് ഈ പരിക്കേൽപ്പിച്ചതിന് ശേഷം മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാനും ഷംസാദ് ശ്രമിച്ചു എന്നുകൂടി എഫ്ഐആറിൽ പറയുന്നു. അങ്ങനെ കൊലപാതകം ഉറപ്പാക്കി, മരണം ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. നിലവിൽ പോലീസ് മഹസർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കും. കോടതിയിലേക്ക് ഹാജരാക്കിയതിനു ശേഷം നാളെയോടുകൂടി തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായ തെളിവെടുപ്പിനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അനുജ, ശരി. തിരുവനന്തപുരത്തെ യുവതിയുടെ കൊലപാതകം അത് വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് എന്നതാണ് എഫ്ഐആർ പറയുന്നത്. സഹോദരൻ ഷംസാദ് വീഡിയോ കോൾ ആണ് ഇവരുടെ കുടുംബജീവിതം തകരാൻ കാരണമെന്ന് വിശ്വസിച്ചു. ഒപ്പം തന്നെ ഷംസാദ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഫ്ഐആറിലുണ്ട് എന്നതാണ് സലിം മാലിക് നൽകിയ വിവരം.